UDFിന് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയോ രാഹുൽ മാങ്കൂട്ടം പ്രചാരണ രംഗത്ത് എത്തിയതായി അറിയില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാലക്കാട് പ്രചാരണത്തിന് രാഹുൽ എത്തിയതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് പ്രാദേശിക നേതൃത്വമാണ്. ഇരയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ന്യായീകരിക്കാനാവുന്നതല്ല. അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവരിൽ കോൺഗ്രസുകാർ ഇല്ല. സന്ദീപ് വാര്യർക്ക് എതിരായ കേസ് അദ്ദേഹം നേരിടുമെന്നും ചാണ്ടി ഉമ്മൻ തൊടുപുഴയിൽ പറഞ്ഞു. ആ വികസനം ആണ് നമ്മുടെ പ്രശ്നം. ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കോൺഗ്രസ്സുകാരും ചെയ്യില്ല, ചെയ്യുന്നവർ കോൺഗ്രസ്സുകാരുമല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം അദ്ദേഹം എത്തുന്നു. കോൺഗ്രസുമായി ഏറ്റവും ഒടുവിൽ ഈ സംഭവം പുറത്തു വരുന്ന സമയത്ത് പോലും പാലക്കാട്ടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലായിരുന്നു അദ്ദേഹം. അവിടെ നിന്നാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും പുള്ളി പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിന് വന്നിട്ടുണ്ട്. പുതുപ്പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊന്നും വന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല. പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരിടത്തും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. ശരിയായ നിലപാടാണ് ഈ പാലക്കാട് അടക്കം നടക്കുന്നത്. ഈ ഇത്തരം കളങ്കിതനാണ് അല്ലെങ്കിൽ ആരോപണ വിധേയനായതുകൊണ്ട് മാറ്റി നിർത്തിയ ഒരാളെ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിച്ച് അത് എനിക്കറിയില്ല. അത് ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി. ഞങ്ങൾ ഒരിടത്തും വിളിച്ചിട്ടില്ല. ഇപ്പം ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് അവർ നോക്കണം. ഈ വിക്ടിമിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത് കോൺഗ്രസ്, ഞാൻ പറയുന്നത് അത് വിക്ടിമിനെതിരെ മാത്രം. കുറേ നാളുകളായി ഒരു സൈബർ ബുള്ളിങ് പല രീതിയിൽ നടക്കുകയാണ്. അത് നമ്മുടെ ഒരു കൾച്ചറിലൊരു മാറ്റം വന്നോ എന്നൊരു സംശയം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ചില വിദേശ സിനിമ അല്ലെങ്കിൽ എന്താ പറയുക കളിക്കാരെ പോലും നമ്മൾ മലയാളികൾ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ?